sisters and brothers. എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, Thank you very, very much for being here today. ഇന്നിവിടെ വന്നതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. And especially all so many sisters I see here. പ്രത്യേകിച്ച് ഇവിടെ ഒരുപാട് സഹോദരിമാരെ ഞാൻ ഇവിടുന്ന് കാണുന്നുണ്ട്. You must be having work to do, but still you are here waiting for me. I am very grateful to you for this. നിങ്ങൾക്ക് വീട്ടിൽ ഒരുപാട് ജോലി ചെയ്യാൻ കാണും, പക്ഷെ എന്നിട്ട് നിങ്ങൾ ഇവിടെ വന്ന് എന്നെ കാത്തിരുന്നു. അതിനോട് ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. I also welcome all the leaders of the UDF who are standing with me on stage right now. ഇന്ന് ഈ വേദിയിൽ എന്നോടൊപ്പം നിൽക്കുന്ന ഐക്യ ജനാധിപത്യ മുന്നണിയുടെ എല്ലാ നേതാക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. So in the last week or so that I have been here traveling across the Lok Sabha Wayanad, കഴിഞ്ഞ ഒരാഴ്ചയായി ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. I can truthfully say that I have not got more love than this in my whole life. ഞാൻ സത്യസന്ധമായിട്ട് നിങ്ങളോട് പറയാം, ഈ കഴിഞ്ഞ ഒരാഴ്ച വയനാട്ടിൽ യാത്ര ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ സ്നേഹം പോലെ എന്റെ ജീവിതത്തിൽ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. You are welcoming me into your homes, into your hearts, into your families. നിങ്ങൾ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്, നിങ്ങളുടെ വീടുകളിലേക്ക്, നിങ്ങളുടെ കുടുംബങ്ങളിലേക്ക് എന്നെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And I want to tell you that there is no greater honor for me than this. എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട്, നിങ്ങളുടെ ഈ സ്നേഹത്തെക്കാൾ വലിയൊരു ആദരവ് എനിക്കില്ല എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. I know that over the last 5 years you have built a very special relationship with my brother. എനിക്കറിയാം, കഴിഞ്ഞ 5 വർഷങ്ങളായി നിങ്ങൾ എന്റെ സഹോദരനുമായി വളരെ പ്രത്യേകമായ ഒരു ബന്ധമുണ്ടാക്കിയിട്ടുണ്ട്. And you will always have a very special place in his heart. എന്റെ സഹോദരന്റെ ഹൃദയത്തിൽ ഇവിടുത്തെ ജനങ്ങളായി നിങ്ങൾക്ക് എല്ലാ കാലവും ഒരു പ്രത്യേക സ്ഥാനം തന്നെ ഉണ്ടായിരിക്കും. My brother's career in politics has been one full of difficulties. എന്റെ സഹോദരന്റെ രാഷ്ട്രീയത്തിലെ യാത്ര എന്ന് പറയുന്നത് ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ള ഒന്നാണ്. And I am proud to say that he has had as much courage, as many difficulties as he had. അദ്ദേഹത്തിന് എത്രമാത്രം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ അത്രമാത്രം ധൈര്യവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട്. He fought against the BJP, against its divisive and negative policies for the last 10 years without stepping back, without bending towards them, without bowing to them, unlike many others did. മറ്റുള്ളവരെ പോലെ ബിജെപിയുടെ മുന്നിൽ തലകുണിക്കാതെ മുട്ടുമടക്കാതെ കഴിഞ്ഞ 10 വർഷങ്ങളായി ബിജെപിയുടെ വിഭാഗീയ രാഷ്ട്രീയത്തിനെതിരെ അദ്ദേഹം പോരാടിക്കൊണ്ടിരിക്കുകയാണ്. He never compromised with his values. അദ്ദേഹത്തിന്റെ മൂല്യങ്ങളുടെ പേരിൽ അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന്റെ മൂല്യങ്ങളെ വഞ്ചിച്ചിട്ടില്ല. He never compromised with his beliefs. അദ്ദേഹത്തിന്റെ വിശ്വാസങ്ങളെ അദ്ദേഹം ഒരിക്കലും അടിയറ വെച്ചിട്ടില്ല. And no matter what they did to him, he never stopped fighting for the truth of this country, for the essence of this country, for all that is good about India and about being Indian. അവർ അദ്ദേഹത്തെ കുറിച്ച് എന്തൊക്കെ ചെയ്താലും അദ്ദേഹം ഈ രാജ്യത്തിന്റെ മൂല്യങ്ങൾക്ക് വേണ്ടി പോരാടുന്നത് നിർത്തിയില്ല. അദ്ദേഹം ഈ രാജ്യത്തിന്റെ സാരാംശത്തിന് വേണ്ടി, സത്യക്ക് വേണ്ടി പോരാടുന്നത് നിർത്തിയിട്ടില്ല. ഒരു ഇന്ത്യൻ എന്ന നിലയിൽ ഏതൊക്കെയാണോ ശരിയാണ് അതിനു വേണ്ടി പോരാടുന്നത് അദ്ദേഹം ഒരിക്കലും നിർത്തിയിട്ടില്ല. My sisters and brothers, throughout the history of mankind, whoever has stood alone and fought for what is right and fought for the truth has been massively and mercilessly attacked by the forces of destruction and evil. നിങ്ങൾക്കറിയാമോ, ഈ മനുഷ്യരാശിയുടെ ചരിത്രം മുഴുവൻ എടുത്തു നോക്കിയാൽ ആരാണോ സത്യത്തിന് വേണ്ടി തനിയെ നിന്ന് പോരാടിയിട്ടുള്ളത് അവരെ വളരെ വലിയ രീതിയിൽ, ഏറ്റവും മോശമായ രീതിയിൽ വിഭജനത്തിന്റെ ശക്തികൾ, തിന്മയുടെ ശക്തികൾ അവർക്കെതിരെ പോരാടിയിട്ടുള്ള ചരിത്രമാണ് നമ്മൾ കാണുന്നത്. And so my brother was also attacked. അങ്ങനെയാണ് എന്റെ സഹോദരനും ആക്രമിക്കപ്പെട്ടത്. A massive campaign was mounted against him. എന്റെ സഹോദരനെതിരെ വലിയൊരു പ്രചരണമാണ് ഇവിടെ നടന്നത്. Lies were spread about him in the media, in the social media, by the leadership of the BJP. മാധ്യമങ്ങളിലും നവമാധ്യമങ്ങളിലും ബിജെപി നേതാക്കൾ എന്റെ സഹോദരനെ കുറിച്ച് ഒരുപാട് നുണകൾ പറഞ്ഞു പരത്തി. And many people believed these lies. ഈ നുണകൾ ഒരുപാട് പേര് വിശ്വസിക്കുകയും ചെയ്തു. Many people turned their backs on him.
ഒരുപാട് ആളുകൾ അദ്ദേഹത്തിനെതിരെ പുറംതിരിഞ്ഞു നിന്നു. Some of his closest colleagues left him. അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത കുറച്ച് സഹപ്രവർത്തകർ അദ്ദേഹത്തെ വിട്ടുപോയി. And it was at this time, the most difficult period in his life, that he turned to you for support and encouragement. ഈ സമയത്താണ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്താണ് നിങ്ങളുടെ അടുത്ത് പിന്തുണ തേടി അദ്ദേഹം വന്നത്. And I am honored today to stand here before you, my dear sisters and brothers, because it was you who immediately recognized this man. എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് ഇന്ന് അഭിമാനമുണ്ട്. കാരണം എന്റെ സഹോദരന്റെ സത്യം എത്രയും പെട്ടെന്ന് തിരിച്ചറിഞ്ഞവർ നിങ്ങളാണ്, ഇവിടുത്തെ ജനങ്ങളാണ്. No matter what lies were being told about him, you realized that this man is being attacked because he is standing for what is right. He is standing for the truth. And you stood by him like true sisters, like true brothers, like true sons and daughters and mothers and fathers. നിങ്ങൾക്കറിയാം, ഈ മനുഷ്യൻ ആക്രമിക്കപ്പെടുന്നത് അദ്ദേഹം സത്യത്തിന് വേണ്ടി, ശരിയായതിനു വേണ്ടി നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ മനുഷ്യൻ ആക്രമിക്കപ്പെടുന്നത്. നിങ്ങൾക്ക് മനസ്സിലാക്കി, യഥാർത്ഥ അച്ഛന്മാരെ പോലെ, അമ്മമാരെ പോലെ, സഹോദരന്മാരെ പോലെ, സഹോദരിമാരെ പോലെ, യഥാർത്ഥ മകനെ പോലെ, യഥാർത്ഥ മകനെ പോലെ നിങ്ങൾ എന്റെ സഹോദരനൊപ്പം നിന്നു. It is you who gave him the strength, the courage, the resilience to keep fighting. It is because you were there that he was able to walk from Kanyakumari to Kashmir, 4,000 kilometers, in the name of unity, in the name of peace, in the name of India. എന്റെ സഹോദരന് പോരാട്ടം നിർത്താതെ തുടരാനുള്ള ധൈര്യം നിങ്ങളാണ് നൽകിയത്. അതിജീവിക്കാനുള്ള ശക്തി നിങ്ങളാണ് നൽകിയത്. നിങ്ങളുടെ പിന്തുണ കൊണ്ടാണ് രാജ്യത്തിന്റെ ഒരു ഭാഗത്ത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഈ രാജ്യത്തിന്റെ ഐക്യത്തിനും സാഹോദര്യത്തിനും സ്നേഹത്തിനും വേണ്ടി 4000 കിലോമീറ്ററുകൾ നടക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത്. And for this, for your strength, for your love, for your encouragement of him, my family, my brother and I will always be deeply grateful to you. നിങ്ങൾ എൻ്റെ സഹോദരന് നൽകിയ സ്നേഹത്തിന്, നിങ്ങൾ എൻ്റെ സഹോദരന് നൽകിയ ധൈര്യത്തിന്, നിങ്ങൾ എൻ്റെ സഹോദരന് നൽകിയ പ്രോത്സാഹനത്തിന് ഞാനും എൻ്റെ സഹോദരനും എല്ലാ കാലവും നിങ്ങളോട് കടപ്പെട്ടിരിക്കും എന്ന് ഞാൻ പറയുന്നു. I know he carries you in his heart. എനിക്കറിയാം, അദ്ദേഹം നിങ്ങളെ, ഇവിടുത്തെ ജനങ്ങളെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലാണ് കൊണ്ടു നടക്കുന്നത്.
And I can say without hesitation that my brother is one of the most honest and courageous leaders that we have in India today. എനിക്ക് ഒരു മടിയുമില്ലാതെ പറയാൻ സാധിക്കും, ഇന്ന് ഇന്ത്യയിലുള്ള ഏറ്റവും അധികം സത്യസന്ധനും ധൈര്യമുള്ളതുമായ നേതാക്കളിൽ ഒരാളാണ് എന്റെ സഹോദരനെന്ന് ഒരു മടിയുമില്ലാതെ എനിക്ക് പറയാൻ സാധിക്കും. And what is it that we need most in our country today? ഇന്ന് നമ്മുടെ രാജ്യത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ എന്താണ് വേണ്ടതായിട്ടുള്ളത്? What do we expect from our leaders, from those who represent us in the assemblies, in the panchayats, in the parliament? നമ്മളെ പ്രതിനിധാനം ചെയ്യുന്ന അസംബ്ലിയിലും പഞ്ചായത്തിലും പാർലമെന്റിലും ഒക്കെ നമ്മളെ പ്രതിനിധാനം ചെയ്യുന്നവരിൽ നിന്ന്, നമ്മളുടെ നേതാക്കളിൽ നിന്ന് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? We expect integrity, we expect hard work, and we expect dedication towards resolving our problems. നമ്മൾ അവരിൽ നിന്ന് സ്വഭാവശുദ്ധി പ്രതീക്ഷിക്കുന്നു, നമ്മൾ അവരിൽ നിന്ന് കഠിനാധ്വാനം പ്രതീക്ഷിക്കുന്നു, നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവർ പരിശ്രമിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. That is what we expect. അതല്ലേ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? And what have we seen in the last 10 years? പക്ഷെ നമ്മൾ കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? We have seen leaders who come on stages like this and tell you to mistrust each other. നിങ്ങൾ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? ഇതുപോലെയുള്ള വേദികളിൽ വന്നിട്ട് നേതാക്കൾ നിങ്ങളോട് പരസ്പരം വിശ്വസിക്കാതിരിക്കാൻ നിങ്ങളോട് പറയുന്ന നേതാക്കളല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളത്? They tell you to fear each other. അങ്ങോട്ടും ഇങ്ങോട്ടും പേടിക്കാൻ പറയും, നിങ്ങളുടെ സഹോദരങ്ങളെ പേടിക്കാൻ അവർ നിങ്ങളോട് പറയും. They attack one community or other. അവർ ഒരു സമുദായത്തെ അവർ ആക്രമിക്കും, മറ്റൊരു സമുദായത്തെ അവർ ആക്രമിക്കും. Or they make another community feel afraid. അതുമാത്രമല്ല മറ്റൊരു സമുദായത്തെ കുറിച്ച് പേടിക്കാൻ അവർ അങ്ങനെ ചിന്തിപ്പിക്കും. They use your emotions. അവർ നിങ്ങളുടെ വികാരങ്ങളെ ഉപയോഗിക്കുകയാണ്. They use your religion, your caste. നിങ്ങളുടെ മതത്തെയും ജാതിയെയും അവർ ഉപയോഗിക്കുകയാണ് as tools in their politics. അവരുടെ രാഷ്ട്രീയത്തിലെ ഉപകരണങ്ങളാക്കി നിങ്ങളുടെ മതത്തെയും ജാതിയെയും അവർ ഉപയോഗിക്കുകയാണ്. Unfortunately, they have begun to believe that the way to power is this: to divide you, to hurt you, to separate you. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, അവർ വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു അധികാരത്തിലേക്കുള്ള വഴി ഈ രാജ്യത്തെ ജനങ്ങളായി നിങ്ങളെ വിഭജിപ്പിക്കലാണ്, നിങ്ങളെ വേദനിപ്പിക്കലാണെന്ന് അവർ വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. And sisters and brothers, in a great democracy like ours, what is the one thing that every representative in the panchayat, the assembly, the parliament or any other platform should know? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ രാജ്യത്തെ പോലെയുള്ള ഒരു വലിയ ജനാധിപത്യ രാജ്യത്തിൽ, ഈ രാജ്യത്തെ പഞ്ചായത്തിലാവട്ടെ, പാർലമെന്റിലാവട്ടെ, അസംബ്ലിയിലാകട്ടെ, ഒരു ജനപ്രതിനിധി അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? He should know that the way to power is delivery. ആള് മനസ്സിലാക്കണം, ജനപ്രതിനിധികൾ മനസ്സിലാക്കണം, ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കലാണ് അധികാരത്തിലേക്കുള്ള വഴി എന്ന് അവരറിയണം. So something has gone wrong. എന്തോ ഇവിടെ തെറ്റായിട്ട് സംഭവിച്ചിട്ടുണ്ട്. These people feel that without delivering anything, without improving your healthcare, improving your education, providing support to farmers, to small businesses, providing jobs for the youth, they can remain in power. ഈ ആളുകൾ വിചാരിക്കുന്നത് എന്താണ്? കർഷകർക്ക് പിന്തുണ നൽകാതെ, നിങ്ങൾക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ നൽകാതെ, നിങ്ങൾക്ക് മെച്ചപ്പെട്ട ആശുപത്രികൾ നൽകാതെ, ചെറുപ്പക്കാർക്ക് തൊഴിലവസരങ്ങൾ നൽകാതെ, ചെറുകിട വ്യാപാരികൾക്ക് പിന്തുണ നൽകാതെ ഇവർക്ക് അധികാരത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കാമെന്ന് അവർ കരുതുകയാണ്. Our Prime Minister Narendra Modi ji feels he is not answerable to the people. നരേന്ദ്രമോദി എന്താണ് ഈ രാജ്യത്തെ പ്രധാനമന്ത്രി വിചാരിക്കുന്നതെന്ന് അറിയാമോ? ഈ രാജ്യത്തെ ജനങ്ങളോട് എനിക്ക് ഉത്തരം പറയേണ്ട എന്നാണ് അദ്ദേഹം കരുതുന്നത്. He has done everything in his power to destroy democratic institutions. അദ്ദേഹത്തിന്റെ അധികാരത്തിലുള്ള എല്ലാം ഉപയോഗിച്ച് ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങളെ, സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്താനാണ് നരേന്ദ്രമോദി ശ്രമിച്ചിട്ടുള്ളത്. And anything in his power to attack, to stop and to put down anyone who questions him. അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന എല്ലാവരെയും ആക്രമിക്കുക, അടിച്ചമർത്തുക, തന്റെ അധികാരം ഉപയോഗിച്ച് അത് ചെയ്യാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. Whether it is a student, whether it is a journalist, whether it is a colleague, whether it is an opposition leader, he has only attacked those who have asked him questions. അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ഒരു വിദ്യാർത്ഥിയാകട്ടെ, ഒരു പത്രപ്രവർത്തകരാകട്ടെ, മറ്റൊരു പാർട്ടിയിലെ ഒരു നേതാവാകട്ടെ, അവരെ എല്ലാം അദ്ദേഹം പ്രതിപക്ഷ നേതാക്കളാകട്ടെ അടിച്ചമർത്താനേ നരേന്ദ്രമോദി ശ്രമിച്ചിട്ടുള്ളൂ. But what has our constitution taught us? What has democracy showed us?
that asking questions is the right of the people. പക്ഷെ നമ്മുടെ ഭരണഘടന നമ്മളെ എന്താണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്? നമ്മുടെ ജനാധിപത്യം നമുക്ക് എന്താണ് കാണിച്ചിട്ടുള്ളത്? ചോദ്യങ്ങൾ ചോദിക്കുക എന്നത് ഈ രാജ്യത്തെ ജനങ്ങളുടെ അവകാശമാണ്. That political representatives are servants of the people. രാഷ്ട്രീയത്തിലെ ജനപ്രതിനിധികൾ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ജനങ്ങളെ സേവിക്കേണ്ടവരാണ്. That in a democracy it is the power of the people that is paramount. ഒരു ജനാധിപത്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഏറ്റവും മുകളിൽ എന്ന് പറയുന്നത് അവിടുത്തെ രാജ്യത്തെ ജനങ്ങളുടെ അധികാരമാണ്. And today we see a great negative force sweeping across our country. ഇന്ന് നമ്മൾ കാണുന്നത് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള, നിഷേധാത്മകമായിട്ടുള്ള ഒരു ശക്തി നമ്മുടെ രാജ്യത്ത് മുഴുവൻ പടരുന്നതാണെന്ന് നമ്മൾ കാണുന്നത്. What we need most is positivity. What we need most is progress. What we need most, we need desperately, is leaders and representatives who work for us, who try their best to resolve our problems and to give us a better future. നമുക്ക് വേണ്ടത് കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള, പ്രസാദാത്മകമായ നല്ല കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് കൂടുതൽ പുരോഗതിയാണ്. നമുക്ക് വേണ്ടത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന നേതാക്കളും പ്രതിനിധികളുമാണ് നമുക്ക് ഈ രാജ്യത്ത് വേണ്ടത്. Look at the immense potential of this land that you live on. നിങ്ങൾ ജീവിക്കുന്ന ഈ ഭൂമിക്ക്, ഈ നാടിന് എന്തുമാത്രം സാധ്യതകൾ ഉണ്ടെന്ന് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. Natural resources probably more beautiful than any other place in the world. ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യവും പ്രകൃതി വിഭവങ്ങളും എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ലോകത്തെ മറ്റേത് ഭാഗത്തേക്കാൾ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം ഇവിടെ ഉണ്ട്. This could be a tourist center to match any other in the world. ലോകത്തുള്ള ഏത് വിനോദസഞ്ചാര കേന്ദ്രത്തോടും കിടപിടിക്കാവുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയാനുള്ള സാധ്യത ഇവിടെയുണ്ട്. With the right kind of politics that seeks to build a future for you, the right kind of boost to tourism, boost to infrastructure to increase the connectivity over here, eco-tourism, spiritual tourism, and of course tourism that respects and honors your natural heritage could do so much in providing employment and a better future for you. ഒരു യഥാർത്ഥ രാഷ്ട്രീയം, കൂടുതൽ അടിസ്ഥാന വികസന സൗകര്യങ്ങൾ ഇവിടെ ലഭ്യമാക്കുന്ന, നിങ്ങളുടെ ഇവിടെ പരിസ്ഥിതി ടൂറിസം, അതുപോലെ ആത്മീയ ടൂറിസം, അതുപോലെ ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യത്തെ പരിഗണിക്കുന്ന ടൂറിസം, ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള പിന്തുണ കിട്ടുകയാണെങ്കിൽ ഇവിടെ ഇതിലൂടെ ധാരാളം തൊഴിലവസരങ്ങളും സൃഷ്ടിക്കാൻ സാധിക്കും. You have the good fortune of having the kind of soil and water that produces the most beautiful crops. നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും നല്ല മണ്ണുണ്ട്, ജലമുണ്ട്, ഏറ്റവും നല്ല വിളകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന മണ്ണും ജലവുമുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. All across the Lok Sabha, all the beautiful spices, cinnamon, nutmeg, pepper, over here rubber, coconut, areca nut, coffee, tea. ഈ വയനാട് പാർലമെന്റ് മണ്ഡലം മുഴുവൻ നോക്കുകയാണെങ്കിൽ കുരുമുളകുണ്ട്, ജാതിക്കയുണ്ട്, കറുവാപ്പട്ടയുണ്ട്, അതുപോലെ കാപ്പിയുണ്ട്, തേയിലയുണ്ട്, റബ്ബർ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ ഇവിടെ കൃഷി ചെയ്യുകയാണ്. The quality is unmatched. നിങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം എന്ന് പറയുന്നത് മറ്റൊന്നിനോട് താരതമ്യം ചെയ്യാനാവാത്തതാണ്. And yet rubber farmers are crying. എന്നിട്ടും റബ്ബർ കർഷകർ അവർ കരയുകയാണ്, ബുദ്ധിമുട്ടുകയാണ്. Those who are growing spices, bananas, tea, coffee, everybody is suffering. സുഗന്ധദ്രവ്യങ്ങൾ വളർത്തുന്നവരെ, വാഴ കൃഷി നടത്തുന്നവരെ, കാപ്പി കൃഷി നടത്തുന്നവരെ, തേയില കൃഷി നടത്തുന്നവരെ എല്ലാവരും ബുദ്ധിമുട്ടുകയാണ്. You simply don't get enough support from the government. ലളിതമായി പറഞ്ഞാൽ നിങ്ങൾക്ക് ഗവൺമെന്റുകളിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള പിന്തുണ കിട്ടുന്നില്ല. You are paying 300 rupees to insure one banana tree. When something goes wrong, you are not getting any compensation. ഒരു വാഴയ്ക്ക് നിങ്ങൾ 300 രൂപയാണ് ഇൻഷുറൻസ് കൊടുക്കുന്നത്. പക്ഷെ എന്തെങ്കിലും അവിടെ അബദ്ധം പറ്റുമ്പോഴോ നിങ്ങൾക്ക് ഒരു നഷ്ടപരിഹാരവും കിട്ടുന്നില്ല. You are fighting to protect your crops against weather, rain, animals, wild animals. നിങ്ങളുടെ വിളകൾ ഇവിടുത്തെ കാലാവസ്ഥക്കെതിരെ, മഴയ്ക്കെതിരെ, വന്യമൃഗങ്ങൾക്കെതിരെ നിങ്ങളുടെ വിളകൾ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. With no support to face the problems that you are facing. നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ അത് നേരിടാൻ നിങ്ങൾക്ക് യാതൊരു പിന്തുണയും ഇല്ലാതെയാണ് ഇതിലൂടെ നിങ്ങൾ കടന്നു പോകുന്നത്. Narendra Modi ji waived loans of 16 lakh crore rupees for the biggest businessmen in this country. ഈ രാജ്യത്തെ അതിസമ്പന്നരായ വ്യവസായികളുടെ 16 ലക്ഷം കോടി വരുന്ന കടമാണ് നരേന്ദ്രമോദി എഴുതി തള്ളിയത്. Men who own thousands and thousands of crores already.
അവർ ആയിരക്കണക്കിന് കോടി രൂപ കടമായിട്ട് ഇനി കൊടുക്കാനുള്ളവരാണ് ഗവൺമെന്റിന്. And for those who have nothing, who take loans to get their children married, or take loans to educate their children, or to protect and save their crops, he does not spare 1 rupee. തങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ലോൺ എടുക്കുന്നവരെ, തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കല്യാണം നടത്താൻ വേണ്ടി കടമെടുക്കുന്നവരെ, അതുപോലെ തങ്ങളുടെ വിളകൾ സംരക്ഷിക്കാൻ കടമെടുക്കുന്നവരെ, അവർക്ക് പിന്തുണ നൽകാൻ വേണ്ടി 1 രൂപ പോലും നരേന്ദ്രമോദിക്ക് ചെലവഴിക്കാനില്ല. Today, if there was truly a politics of development and progress in our country, if our governments were really working for your good, then imagine what you could do right here in Wayanad Lok Sabha. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങൾക്ക് ഈ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെ എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്ന് ചിന്തിക്കുക. You could focus on marketing your products, in storage facilities, in packaging the food products, in food processing units, and the whole economy of this area would improve, and you would have employment for people and a strong future ahead of you. നിങ്ങൾ കാർഷിക മേഖലയിൽ കൂടുതൽ ശ്രദ്ധ ചെലവെടുത്തി ഇവിടെ കൂടുതൽ ഭക്ഷ്യ സംസ്കരണ സംവിധാനങ്ങൾ ഉണ്ടായാൽ, നിങ്ങളുടെ സ്ഥാപനങ്ങൾ, നിങ്ങൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ നന്നായി പാക്കേജ് ചെയ്ത് കൂടുതൽ വിപണികളിൽ എത്തിക്കാനുള്ള സംരംഭങ്ങൾ ഉണ്ടായാൽ ഇവിടെ ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാകും. ഈ പ്രദേശത്തിന്റെ സാമ്പത്തിക അവസ്ഥ തന്നെ അതിലൂടെ മെച്ചപ്പെടും. Instead, what is your position today? അതിനു പകരം ഇന്ന് നിങ്ങളുടെ സാഹചര്യം, ഇന്ന് നിങ്ങളുടെ അവസ്ഥ എന്താണ്? You are begging for basic health facilities. അടിസ്ഥാന ആരോഗ്യ സംവിധാനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ യാചിക്കുകയാണെന്ന്. Begging for better education opportunities, for higher education institutions in your area. മെച്ചപ്പെട്ട, നിങ്ങളുടെ പ്രദേശത്തെ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ യാചിക്കുകയാണ്. For better roads in the rural areas. ഗ്രാമീണ മേഖലയിൽ മെച്ചപ്പെട്ട റോഡുകൾക്ക് വേണ്ടി നിങ്ങൾ യാചിക്കേണ്ടി വരുന്നു. How long have you been begging for the Nilambur railway station underpass? നിങ്ങൾ എത്ര കാലമായിട്ട് നിലമ്പൂർ റെയിൽവേ സ്റ്റേഷൻ അണ്ടർപാസിന് വേണ്ടി യാചിച്ചുകൊണ്ടിരിക്കുകയാണ്? You are begging for your social security pensions. നിങ്ങളുടെ സാമൂഹ്യക്ഷേമ സുരക്ഷാ പെൻഷന് വേണ്ടി നിങ്ങൾ യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. Young children here with immense talent, soccer players, are begging for sports facilities, for more camps, for more opportunities so that their talent can shine. ഒരുപാട് കഴിവുള്ള ഇവിടുത്തെ ചെറുപ്പക്കാരായ ഫുട്ബോൾ കളിക്കാരായ കുട്ടികൾ കൂടുതൽ സൗകര്യങ്ങൾക്ക് വേണ്ടി, കൂടുതൽ പരിശീലനത്തിന് വേണ്ടി, കൂടുതൽ ക്യാമ്പുകൾക്ക് വേണ്ടി അവർ യാചിച്ചുകൊണ്ടിരിക്കുകയാണ്. Your family members are leaving. They are going to the Gulf to find job opportunities because there aren't any over here. ഇവിടെ ജോലി ഇല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ജോലി തേടി ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. And more troubles for you. You don't have good connectivity, enough flights to go and see them or for them to come here. High prices of tickets. നിങ്ങളുടെ പ്രവാസികളായ കുടുംബാംഗങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. കാരണം അവർക്ക് നിങ്ങളെ വന്ന് കാണുന്നതിന് ആവശ്യമായ വിമാന സൗകര്യമില്ല. അതുപോലെ തന്നെ വിമാനയാത്രാ കൂലി വളരെ ഉയർന്നതുമാണ്. My sisters and brothers who own small businesses or medium-sized businesses, small homestays, restaurants, shops, their back is being broken by the policies of Mr. Modi's government. എന്റെ സഹോദരന്മാരെ, ഇവിടെ ചെറിയ ചെറിയ കച്ചവടം നടത്തുന്ന, ചെറിയ കടകളുള്ള, ഹോം സ്റ്റേകൾ നടത്തുന്ന, അതുപോലെ ഇടത്തരം കച്ചവടങ്ങൾ നടത്തുന്ന നമ്മുടെ സഹോദരന്മാരെ അവരുടെ നടു ഓടിക്കുന്ന നയങ്ങളാണ് ഈ നരേന്ദ്രമോദി ഗവൺമെന്റിന്റേത്. They face the brunt of demonetization. Then Corona came, where other countries were supporting small businesses. They were left to face everything on their own. They were the greatest sufferers during Corona. നിങ്ങൾക്കറിയുമോ, നോട്ട് നിരോധനത്തിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് അനുഭവിച്ചത് ഈ ചെറുകിട കച്ചവടക്കാരാണ്. അതുപോലെ കോവിഡ് സമയത്ത്, കൊറോണ സമയത്ത് ഏറ്റവും കൂടുതൽ മറ്റ് രാജ്യങ്ങൾ ഇടത്തരം കച്ചവടക്കാരെ ഏറ്റവും കൂടുതൽ പിന്തുണച്ചപ്പോൾ ഇവിടെ ഏറ്റവും അധികം ബുദ്ധിമുട്ട് നേരിട്ടതും ഈ ഇടത്തരം ചെറുകിട കച്ചവടക്കാരാണ്. Then they got the gift of GST. അതിനുശേഷം അവർക്ക് GST എന്ന് പറയുന്ന മറ്റൊരു സമ്മാനം കൂടി കിട്ടി. To destroy them even further. അവരെ കൂടുതൽ നശിപ്പിക്കുന്നതിന് വേണ്ടി കിട്ടിയതാണ് ചരക്ക് സേവന നികുതി. And today even on rent they have to pay taxes. അത് മാത്രമല്ല, ഇന്ന് അവർ കൊടുക്കുന്ന വാടകയ്ക്ക് വരെയും അവർക്ക് നികുതി കൊടുക്കേണ്ട ഒരു അവസ്ഥയാണുള്ളത്. I mean the GST on rent also. അതായത് ആ വാടകയിലും അവർക്ക് GST കൊടുക്കേണ്ടി വരുന്നു. So how is anybody going to progress? എങ്ങനെയാണ് ഈ സാഹചര്യത്തിൽ ഒരു മനുഷ്യന് പുരോഗതി പ്രാപിക്കാൻ സാധിക്കുക? Everywhere you look, people are in pain. എവിടെ നിങ്ങൾ നോക്കിയാലും ആളുകൾക്ക് വേദനയാണ്, ബുദ്ധിമുട്ടാണ്. Manrega laborers are in pain, shopkeepers are in pain, restaurant owners, hotel owners, farmers.
തൊഴിലുറപ്പ് തൊഴിലാളികൾ ബുദ്ധിമുട്ടിലാണ്, വേദനയിലാണ്, ചെറുകിട കച്ചവടക്കാർ വേദനയിലാണ്, റെസ്റ്റോറന്റ് നടത്തുന്നവർ വേദനയിലാണ്, കർഷകർ വേദനയിലാണ്. And the root of this pain is that there is the wrong type of politics which has become prevalent in our country. ഈ വേദനയുടെ വേരെന്ന് പറയുന്നത്, മൂല കാരണം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്നത് തെറ്റായ ഒരു രാഷ്ട്രീയമാണ് എന്നുള്ളത് തന്നെയാണ്. We need to change its direction. ഈ രാഷ്ട്രീയത്തിന്റെ ഈ ദിശ, ഈ ഗതി നമുക്ക് മാറ്റിയേ പറ്റൂ. When leaders come in front of you and try to use your emotions for votes or try to use your religion, you must teach them that it's not going to work anymore. നിങ്ങളുടെ മുമ്പിൽ വന്ന നേതാക്കൾ വന്നു നിന്ന് അവർക്ക് വോട്ടിന് വേണ്ടി നിങ്ങളുടെ വികാരങ്ങളെ ഉപയോഗിക്കുമ്പോൾ, നിങ്ങളുടെ മതത്തെ ഉപയോഗിക്കുമ്പം അവരോട് പറയണം, പഠിപ്പിച്ചു കൊടുക്കണം, ഇത് ഞങ്ങളുടെ അടുത്ത് നടക്കില്ല എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. It is your duty towards yourself, your duty towards your children who are the future generation of this country, and your duty towards this country to stand up for the values upon which our constitution was made. നമ്മുടെ ഭരണഘടന ഏത് മൂല്യങ്ങളിലാണോ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആ മൂല്യങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളോടുള്ള ഉത്തരവാദിത്തമാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങളോടുള്ള ഉത്തരവാദിത്തമാണ്, അതിലുപരിയായി നമ്മുടെ രാജ്യത്തോട് നിങ്ങൾക്കുണ്ടാവേണ്ട ഉത്തരവാദിത്തമാണ്. It is your duty to ask questions. ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറയുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, കടമയാണ്. To remind every leader that his primary job is to serve you. എല്ലാ നേതാക്കളെയും നിങ്ങൾ ഓർമ്മിപ്പിക്കണം, അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി, കടമ എന്ന് പറയുന്നത് നിങ്ങളെ സേവിക്കലാണെന്ന് നിങ്ങൾ അവരെ ഓർമ്മിപ്പിക്കണം. To remind him that the power is in your hands. നിങ്ങൾ നേതാക്കളെ ഓർമ്മിപ്പിക്കണം, അതായത് അധികാരം നിങ്ങളുടെ ജനങ്ങളുടെ കയ്യിലാണെന്ന് നിങ്ങൾ അവരെ ഓർമ്മിപ്പിക്കണം. And it is you who has given him power. ആ രാഷ്ട്രീയ നേതാക്കൾക്ക് അധികാരം കൊടുത്തത് നിങ്ങളാണ്, ജനങ്ങളാണെന്ന് നിങ്ങൾ അവരെ ഓർമ്മിപ്പിക്കണം. I know that you are a wise people. എനിക്കറിയാം നിങ്ങൾ ബുദ്ധിയുള്ള ആളുകളാണെന്ന് എനിക്കറിയാം. I know because you recognize the truth when you saw it. എനിക്കറിയാം, കാരണം നിങ്ങൾ സത്യം കണ്ടപ്പോൾ അത് തിരിച്ചറിഞ്ഞ ആളുകളാണ് നിങ്ങൾ. You love my brother because you know that he fights for you. എന്റെ സഹോദരനെ നിങ്ങൾ സ്നേഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, പോരാടുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ്. He was sad to leave you, sisters and brothers. ഈ പാർലമെന്റ് മണ്ഡലം ഉപേക്ഷിച്ചു പോകാൻ അദ്ദേഹത്തിന് വലിയ വിഷമായിരുന്നു. And I know that he is happy that I am standing here instead of him as the UDF candidate today. എനിക്കറിയാം, ഇന്ന് അദ്ദേഹത്തിന് പകരം ഞാൻ നിങ്ങളുടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ ഇവിടെ നിൽക്കുമ്പോൾ അദ്ദേഹത്തിന് സന്തോഷമാണെന്നും എനിക്കറിയാം. Because he knows that the deep respect he holds in his heart for you is something I deeply understand. കാരണം അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹത്തിന്റെ ഉള്ളിൽ നിങ്ങളോട് ആഴത്തിൽ എത്രമാത്രം ബഹുമാനമുണ്ടോ ആ ബഹുമാനം എനിക്ക് മനസ്സിലാകുന്നു എന്ന് അദ്ദേഹത്തിന് അറിയാം. He knows that this love you give me, everywhere I go, you receive me into your homes, you smile, you hug me, you kiss me, old ladies waiting for me with a flower, little children waiting to see me and shake my hand. He knows that I respect this love, I understand this love, and for me this love is a great responsibility. എൻ്റെ സഹോദരൻ അറിയാം, ഞാൻ എവിടെ പോകുന്നവരും നിങ്ങൾ എന്നെ കെട്ടിപ്പിടിക്കുകയാണ്, ഉമ്മ തരികയാണ്, നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. പ്രായമായ അമ്മമാർ പൂക്കളുമായിട്ട് എന്നെ കാത്തു നിൽക്കുകയാണ്. കൊച്ചു കുഞ്ഞുങ്ങൾ എൻ്റെ കൈ കൊടുക്കാൻ, എനിക്ക് കൈ തരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. എൻ്റെ സഹോദരൻ അറിയാം, നിങ്ങൾ എനിക്ക് നൽകുന്ന ഈ സ്നേഹം ഞാൻ ബഹുമാനിക്കുന്നുണ്ടെന്ന് എൻ്റെ സഹോദരൻ അറിയാം. So many of you sitting here must be mothers. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഒരുപാട് പേര് അമ്മമാരായിരിക്കണം. Somebody just told me you've been sitting here since 1 o'clock. എന്നോട് ഇപ്പൊ ഇവിടെ ഒരാൾ പറയുകയുണ്ടായി, നിങ്ങൾ ഇവിടെ 1 മണി തൊട്ട് ഇരിക്കുകയാണെന്ന് പറയായിരുന്നു. You must be in the back of your mind worrying, thinking, what are my children doing now? I've been here for 3 hours, I have to go home. നിങ്ങളൊക്കെ ആലോചിക്കായിരിക്കും ഇല്ലേ, ഞാനിവിടെ 3 മണിക്കൂറായിട്ടിരിക്കുക, എന്റെ വീട്ടിൽ കുഞ്ഞുങ്ങൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എനിക്ക് തിരിച്ചു വീട്ടിൽ പോ എന്നൊക്കെ ആലോചിച്ചല്ലേ ഇരിക്കുന്നത്. I am a mother. This morning I called my son also. I asked him, are you eating haldi every day? Did you eat today? I asked my daughter yesterday, are you studying properly? Every day we mothers, we know we have to check on our children. We are responsible for our children. We have to look after them, protect them. They are the future.
നമുക്കറിയാം, ഞാനൊരു അമ്മയാണ്. ഞാൻ ഇന്ന് രാവിലെ എൻ്റെ മകനെ വിളിച്ച് ചോദിച്ചു, മോൻ ഭക്ഷണമൊക്കെ നേരെ കഴിക്കുന്നുണ്ടോ, നല്ല ആഹാരമൊക്കെയാണോ കഴിക്കുന്നതെന്ന് മോനോട് ചോദിച്ചിട്ടാണ് വരുന്നത്. ഇന്നലെ ഞാൻ എൻ്റെ മോളെ വിളിച്ച് ചോദിച്ചു, മോള് നന്നായിട്ട് പഠിക്കുന്നുണ്ടോ. നമ്മളെല്ലാ അമ്മമാരും എങ്ങനെയാണ്, നമ്മുടെ മക്കൾ ശരിക്കും കഴിച്ചോ, നമ്മുടെ മക്കളെ നോക്കണം, നമ്മുടെ വീട്ടിലെ എല്ലാവരും നോക്കണം. ആ അമ്മമാർക്ക് ആ ഉത്തരവാദിത്വം നന്നായിട്ട് മനസ്സിലാവും. And the minute you become a mother, you start understanding what sacrifice is, what duty is, what responsibility is. നിങ്ങൾ അമ്മയാകുന്ന ആ നിമിഷം നിങ്ങൾക്ക് മനസ്സിലാവില്ലേ എന്താണ് ത്യാഗം, എന്താണ് കടമ, എന്താണ് ഉത്തരവാദിത്തം എന്നല്ലേ നിങ്ങൾ മനസ്സിലാക്കുന്നത്. And what is it you ask for in return from your children? ഇതൊക്കെ മക്കൾക്ക് കൊടുത്തിട്ട് അവരോട് എന്താ നമ്മൾ പകരം ചോദിക്കുന്നേ? You don't ask for castles and positions and you should become this or that. You only ask that they should love you. നിങ്ങൾ അവർ വലിയ വലിയ വീടുകൾക്കോ അധികാര സ്ഥാനങ്ങളോ ഒന്നും കിട്ടണമെന്നല്ല നമ്മൾ എന്താ ചോദിക്കുന്ന മക്കളോട്? നമ്മൾ വിചാരിക്കുന്ന മക്കള് നമ്മളെ തിരിച്ച് സ്നേഹിക്കണം എന്നല്ലേ? And when that child comes running and hugs you and holds you, you know now you have everything in the world. You don't need anything more. നിങ്ങളുടെ ആ കുഞ്ഞ് ഓടി വന്ന് നമ്മളെ കെട്ടിപ്പിടിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? ഇനി എനിക്ക് ലോകത്ത് ഒന്നും വേണ്ട, ലോകത്ത് വേണ്ടതെല്ലാം എനിക്ക് കിട്ടിയെന്നല്ലേ ഒരു അമ്മയ്ക്ക് തോന്നുക. So what I want you to understand, my sisters and brothers, is that's the way I feel about you. എൻ്റെ സഹോദരന്മാരെ, നിങ്ങളൊന്നും മനസ്സിലാക്കണം. ഇപ്പോൾ ഒരു അമ്മയ്ക്ക് എങ്ങനെ തോന്നുന്നു എന്ന് ഞാൻ പറഞ്ഞു, അതുപോലെയാണ് എനിക്ക് നിങ്ങളെക്കുറിച്ച് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. You are my duty. You are my responsibility. നിങ്ങൾ ഓരോരുത്തരും എൻ്റെ ഉത്തരവാദിത്തമാണ്. I want nothing from you except your love and affection. നിങ്ങൾ എല്ലാവരും എൻ്റെ കടമയാണ്. നിങ്ങളുടെ സ്നേഹവും ഇഷ്ടവും അല്ലാതെ നിങ്ങൾ ഇന്ന് വേറെ ഒന്നും എനിക്ക് വേണ്ട. Nothing matters more to me. No position, no power, no nothing. ഒരു പദവി, ഒരു അധികാരവും നിങ്ങളുടെ സ്നേഹത്തെക്കാൾ വലുതായിട്ട് എനിക്കില്ല. You have already given me the greatest honor that a human being can ask for. ഒരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും വലിയ ആദരവ് ഇപ്പൊ തന്നെ നിങ്ങൾ എനിക്ക് നൽകി കഴിഞ്ഞിരിക്കുന്നു. So to be the candidate in this election is an honor and a privilege for me. ഈ തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക എന്ന് പറയുന്നത് എനിക്ക് കിട്ടാവുന്ന ഒരു വലിയ ആദരവായിട്ടും ഒരു വലിയ ഭാഗ്യമായിട്ടും ഞാൻ കാണുന്നു. And if you give me the chance to become your member of parliament, to serve you, to work for you, to look after you, to fight for your needs, to stand shoulder to shoulder with you when you have troubles, to come to you when you are hurt and upset, and to share your happiness with you, it will be the greatest privilege for me. നിങ്ങളുടെ പ്രതിനിധിയായി എന്നെ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ശബ്ദം ഇന്ത്യൻ പാർലമെന്റിൽ ഉയർത്താൻ, നിങ്ങളെ സേവിക്കാൻ, നിങ്ങൾക്കൊപ്പം പ്രവർത്തിക്കാൻ, നിങ്ങളുടെ സുഖങ്ങളിലും ദുഃഖങ്ങളിലും നിങ്ങളോടൊപ്പം പങ്കുചേരാൻ, നിങ്ങളോട് തോളോട് തോൾ ചേർന്ന് നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ, നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാകാൻ നിങ്ങൾ എനിക്കൊരു അവസരം നൽകിയാൽ അതെന്റെ ഏറ്റവും വലിയ ആദരവായി ഞാൻ കണക്കാക്കും. Thank you for being here today. ഇവിടെ വന്നതിന് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. And I hope that I will see you again very soon. നിങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ ഉടനടി കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. Thank you. നന്ദി.